തെരുവു നായ്ക്കളെ വന്ധീകരിക്കുന്നതിനുള്ള ABC ചട്ടങ്ങളിലെ ചില വ്യവസ്ഥകൾ അപ്രായോഗികമെന്ന് കേരളം സുപ്രീം കോടതിയിൽ. ABC ചട്ടങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് എന്നും തെരുവുനായ നിയന്ത്രണത്തിന് വിവിധ പദ്ധതികൾ നടത്തിയെന്നും കേരളം മറുപടി സത്യവാങ്മൂലം നൽകി. സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിൽ മനഃപൂർവ്വ വീഴ്ച വരുത്തിയിട്ടില്ല. വൈകിയതിൽ ചീഫ് സെക്രട്ടറി ക്ഷമാപണവും നടത്തി. ഡി ധനുസുമോദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ധനുസുമോദ്, എന്താണ് ഈ വാർത്തയുടെ വിശദാംശം? അജി കുഞ്ഞുമോൻ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ നൽകിയിരിക്കുന്ന ഈ സത്യവാങ്മൂലത്തിലാണ് ക്ഷമാപണത്തോടുകൂടി തന്നെയാണ് ഈ സത്യവാങ്മൂലം അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് ഈ തെരുവുനായ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരു പ്രജനന നിയമം നിലവിലുണ്ട്. ഇതിലൊക്കെ എത്രത്തോളം കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്, ഇതിൽ എത്രത്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യമാണ് കൃത്യമായി നൽകേണ്ടിയിരുന്നത്. ABC ഈ നിയമം എത്രത്തോളമാണ് നടപ്പാക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ തന്നെ ഇതിൽ ചില പാകപ്പിഴകളുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, ഇതൊരു ദേശീയ നയം രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കൃത്യമായ അഭിപ്രായം അവരുടെ അറിയിക്കണം എന്ന് സുപ്രീം കോടതി ഈ ദീപാവലി അവധിക്ക് മുമ്പ് തന്നെ പറഞ്ഞതായിരുന്നു. പക്ഷേ അവധിക്ക് ശേഷം ആദ്യ ദിവസം തന്നെ കേസ് പരിഗണനയ്ക്കെടുത്തപ്പോൾ 2 സംസ്ഥാനങ്ങൾ മാത്രമാണ് സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നത്. പശ്ചിമ ബംഗാളും തെലങ്കാനയും, ഇതുകൂടാതെ ഡൽഹി കോർപ്പറേഷനുമാണ് സമർപ്പിച്ചിരുന്നത്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഈ തെരുവുനായ പ്രശ്നം വളരെയധികം രൂക്ഷമായിട്ട് പോലും തെരുവുനായകളുടെ കടിയേറ്റ് ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും സുപ്രീം കോടതിയിൽ കൃത്യമായ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നില്ല. ഇതിനെതിരെ വളരെ ശക്തമായ വിമർശനം തന്നെയാണ് ഉണ്ടായത്. ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരാകണം എന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ കേസ് അതിന് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ തുഷാർ മേത്ത സോളിസിറ്റർ ചൂണ്ടിക്കാട്ടിയത് നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ചീഫ് സെക്രട്ടറിമാരെ ഒഴിവാക്കണം, വിർച്വലായി ഹാജരാകാം എന്നുള്ള കാര്യമായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അതൊരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ കേരളം ഏതൊക്കെ നടപടികളാണ് എടുത്തത് എന്ന് ചൂണ്ടിക്കാട്ടി സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിനുള്ള കാലതാമസമായി പറയുന്നത് 2 വകുപ്പുകളാണ് ഇത് ചെയ്യേണ്ടത്. ഒന്ന് മൃഗസംരക്ഷണ വകുപ്പും ഒന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പും. ഇതിലെ ഒരു കോർഡിനേഷനിലെ കാലതാമസം മൂലമാണ് ഇത്തരത്തിലുള്ള സത്യവാങ്മൂലം സമർപ്പിക്കാൻ വൈകിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്ഷമ ചോദിച്ചുകൊണ്ട് സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്.